ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അഴിക്കുള്ളിലായവരുടെ പട്ടിക മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിൽ എത്തി നിൽക്കുകയാണ്. കട്ടിളപ്പാളിയിലെ സ്വർണം മഹസറിൽ ചെമ്പാക്കി മാറ്റിയ അത്ഭുത വിദ്യയിലടക്കം ബൈജുവിന്റെ ബുദ്ധിയുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ബൈജുവിന് ശേഷം കൈവിലങ്ങണിയാൻ പോകുന്നത് ആരെന്നതാണ് ചോദ്യം. വാസുവിനെ അന്വേഷണ സംഘം ഉന്നമിട്ട് കഴിഞ്ഞു. തെളിവുകളെല്ലാം പെട്ടിയിലുണ്ട്. വാസു അകത്തായാൽ പിന്നെ പത്മകുമാറിലേക്കും ചോദ്യമുന നീളും. എന്നാൽ അന്വേഷണത്തിന് പെട്ടെന്നൊരു ബ്രേക്ക് വീഴുമെന്ന് പ്രതിപക്ഷം മുന്നിൽ കാണുകയാണ്. വാസുവിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമ്മർദ്ദമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ആ സമ്മർദ്ദം അതിജീവിക്കാൻ അന്വേഷണ സംഘത്തിനാകുമോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വീണ്ടും തെരുവിലേക്കിറങ്ങാനും പ്രതിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞു. നിലവിലെ ദേവസ്വം ബോർഡ് പ്രതിനിധികളും ചോദ്യമുനയിലായതോടെ പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ കേട്ടറിഞ്ഞ പേരുകൾ ഒന്നുമല്ല എന്ന് MV ഗോവിന്ദൻ പറയുന്നു. പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും വിവാദങ്ങളുടെ പെരുമഴക്കാലത്ത് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് ആരെത്തും എന്നതും ആകാംക്ഷയാണ്. ശബരിമലയിൽ പെരുംകൊള്ള നടത്തിയവരിലേക്ക് എത്താൻ SITക്കാകുമോ? കൊള്ളയ്ക്കു കൂട്ടോ എന്നതാണ് ചോദ്യം. CPMൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, V ഗോപാലകൃഷ്ണൻ, ദേവസ്വം ബോർഡ് മുൻ ചീഫ് വിജിലൻസ് ഓഫീസർ മഹേഷ് പണിക്കർ, ശില്പി എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് അരുൺകുമാർ, അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ്. SIT ഒടുവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബൈജുവിനെയാണ്. വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് കേട്ടത്. പക്ഷേ ഇന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം കേട്ടല്ലോ. വാസുവിലേക്ക് എത്താതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം എന്നുള്ളതാണ്. അങ്ങനെ SIT സമ്മർദ്ദത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായിട്ടുള്ള സർവൈലൻസിൽ ഓരോ അന്വേഷണത്തിന്റെ ഘട്ടവും 2 ആഴ്ചയ്ക്കുള്ളിൽ പരിശോധിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് ഒരു ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിലൂടെ കോടതി പരിശോധിച്ച് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഇടക്കാല ഉത്തരവുകൾ പാസാക്കി അതുവരെയുള്ള അന്വേഷണത്തിലുള്ള സംതൃപ്തി കൃത്യമായിട്ട് രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ വരുന്ന ആഴ്ചകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അന്വേഷണത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ച് ഹൈക്കോടതി വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്ത് ഏറ്റവും ശരിയായ അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊള്ള നടത്തിയവരിൽ എത്താൻ SITക്ക് ആകുമോ, അതുപോലെ തന്നെ SIT ശരിയായ രൂപത്തിലാണോ അന്വേഷണം നടത്തുന്നത് എന്നുള്ള നിങ്ങളുടെ ചോദ്യം തന്നെ ഹൈക്കോടതിയുടെ വിശേഷമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ്. ഈ കേസിൽ ഒരു മീഡിയ ട്രയൽ പാടില്ല എന്നും കൃത്യമായി 2 ആഴ്ചകൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഇടക്കാല ഉത്തരവിന്റെ 15ാം പാരഗ്രാഫിൽ തന്നെ സമാന്തരമായിട്ടുള്ള മീഡിയ ട്രയൽ നടത്തിയാൽ ഈ കേസിലെ പ്രതിപട്ടികയിലുള്ളവരുടെ സാഹചര്യം, സാക്ഷികളായി വരുന്നവരുടെ സാഹചര്യം, മൊഴി കൊടുക്കാൻ തയ്യാറെടുത്ത് ഇരിക്കുന്നവർ ഭയപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ചുമെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാശങ്കപ്പെടലും വേണ്ട. ഹൈക്കോടതി ശരിയായ തീരുമാനം ശരിയായ സമയത്തെടുത്തു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തു. അതിനെ കൃത്യമായി ദേവസ്വം ബോർഡും ഗവൺമെന്റും പൂർണ്ണ പിന്തുണ കൊടുത്തു. ആ പ്രത്യേക അന്വേഷണ സംഘം വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തന്നെ 2-3 ഇടക്കാല ഉത്തരവിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊള്ള നടത്തിയവർ ആരാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തത് ആരാണ്, അവരെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലോ ദേവസ്വം ബോർഡ് അംഗമാണെങ്കിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളാണോ, ആരായാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ വാസു പാർട്ടിയുടെ സ്വന്തം ആളാണ്, പാർട്ടിയുടെ നോമിനിയാണ് എന്ന നിലയ്ക്കാണ് ആ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. വാസുവിന്റെ അറസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ നീളുന്നതിലാണ് ഈ സംശയം പ്രകടിപ്പിക്കുന്നത്. അതിനോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സീൽഡ് കവറിൽ ഓരോ ദിവസവും അന്വേഷണ ഏജൻസി ഹാജരാക്കുന്നു, ഓരോ പോസ്റ്റിംഗ് ഡേറ്റിലും. അത് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഇടക്കാല ഉത്തരവ് പുറത്തിറക്കുന്നു കോടതി. ഇപ്പൊ അവസാനത്തെ ഇടക്കാല ഉത്തരവ് 10-20 പേജിൽ അധികമുണ്ട്. ആ പേജിലൊന്നും ശ്രീ വാസുവിന്റെ റോളോ വാസുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ഇന്ന ഉദ്യോഗസ്ഥന്മാർ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭരണസമിതി കുറ്റക്കാരാണ് എന്ന രൂപത്തിലുള്ള ഒരു പരാമർശമില്ല. ഏറ്റവും പുതിയ ഉത്തരവിൽ വാസുവിന്റെ റോളിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. വാസുവിന്റെ റോളിനെ കുറിച്ച് പ്രധാനമായും പറയുന്നു. വാസുവിന് വലിയ വീഴ്ചകളുണ്ട്. ഒന്നാം കേസിലും 2ാം കേസിലും പ്രതിയാണ് വാസു എന്നുള്ളതാണ്. ആ വിമർശനങ്ങൾ കൃത്യമായുണ്ട്.
പോറ്റിയുടെ മെയിലുമായി ബന്ധപ്പെട്ട് അത് അവഗണിച്ചിരിക്കുന്ന നിലപാട്, ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് ആരുടെ കാലത്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻവാസിന് ഉത്തരവാദിത്തമില്ല, എൻവാസിന് വിമർശനമില്ല എന്ന് അങ്ങ് പറയരുത്. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീകുമാർ, ഇതൊരു പ്രധാനപ്പെട്ട വാദമാണ്. കാരണം ഹൈക്കോടതിയാണ്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ല, ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് പോകാം. ഒരു മിനിറ്റ് മതി. പറയൂ. ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടാകുന്നതും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതും ഒരു ക്രിമിനൽ ലൈബിലിറ്റി ആകണമെന്നില്ല. ഇതൊരു ക്രിമിനൽ കേസാണ്, വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യങ്ങളിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടാൻ പാകത്തിന് ഗ്രാവിറ്റിയുള്ള ഒഫൻസ് ചെയ്തിട്ടുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. മെയില് സ്വീകരിച്ചതും ജാഗ്രത കുറവും എല്ലാം രണ്ടാണ്. എൻവാസു പ്രതിപട്ടികയിലുണ്ട്. ശ്രീകുമാർ, ഇപ്പോൾ ഒരു മിനിറ്റ്, SIT രൂപീകരിച്ചിരിക്കുന്നത് കോടതി പറഞ്ഞിട്ടാണ്. കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. കൃത്യമായും കോടതി ഓരോ ഘട്ടവും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് SIT ഉദ്യോഗസ്ഥർ കോടതിയുമായി നേരിട്ട് ഇനി ആരിലേക്ക് പോകണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ SIT കോടതിയാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. അവിടെ സർക്കാരിൽ നിന്നും ഒരു ഇടപെടൽ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് സംശയിക്കുന്നു? കാരണം ഇതിപ്പോൾ അറസ്റ്റിലേക്ക് ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെയൊക്കെ പേരുകൾ ഉയർന്നോ അവരിലേക്കൊക്കെ എത്തുന്നുണ്ട്. നിങ്ങൾ പ്രതിപക്ഷം നിശ്ചയിക്കുന്ന സമയത്തിനുള്ളിലാകണം എന്നില്ലല്ലോ. ഈ പറയുന്ന എൻവാസു പ്രതിപട്ടികയിലുണ്ട്. എൻവാസുവിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകാമെന്നുള്ള സൂചനകളുമുണ്ട്. അപ്പോൾ എന്തിനാണ് ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന രൂപത്തിൽ സംശയിക്കുന്നത്? ആ സമ്മർദ്ദം കോടതിയുടെ നിരീക്ഷണത്തിൽ വിലപ്പോകുമോ? നോക്കൂ ശ്രീമതി സ്മൃതി, കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്, പ്രതിപക്ഷം സ്വാഗതം ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷം പക്ഷേ ചില നിർദ്ദേശങ്ങൾ വെച്ചത് അത് മറ്റു ചില മാനങ്ങൾ കണ്ടുകൊണ്ടാണ്. അതായത് ഒരു അന്താരാഷ്ട്ര തലത്തിലെ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഇത് CBI അന്വേഷിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം കർണാടകവും കേരളത്തിലും ഒക്കെ ഇതിൻ്റെ ബന്ധം കിടക്കുന്നതുകൊണ്ട് അതിന് കോടതി മേൽനോട്ടം വേണം എന്ന് അപ്പോഴും കോൺഗ്രസും UDFും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കേൾക്കുന്നൊരു കാര്യമാണ്. അത് 3-ാം പ്രതി സ്ഥാനത്തുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യം. അത് പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ നാട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് എല്ലാ സംഭവങ്ങൾക്കും സാക്ഷികളാകുന്ന പത്രങ്ങളും ചാനലുകളുമാണ് സാക്ഷികൾ. അവരൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അവർ സാക്ഷികളാണ്. ആ സാക്ഷികൾ പറഞ്ഞിരിക്കുന്നു എന്ത്? അതായത് ഇങ്ങനെയൊക്കെ കോടതി നിർദ്ദേശിച്ചിട്ടും പ്രതിപട്ടികയിൽ വന്നിട്ടും 8-ാം പ്രതി അറസ്റ്റിലാകുന്നു, 4-ാം പ്രതി അറസ്റ്റിലാകുന്നു, പക്ഷേ 3-ാം പ്രതി അറസ്റ്റിലാകുന്നില്ല എന്നൊക്കെയുള്ള സംശയങ്ങൾ വരുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന് മേൽ, കാരണം അന്വേഷിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്, പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചത് ഹൈക്കോടതിയാണെങ്കിലും പോലീസ് സംവിധാനം ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് CPM ആണ് ബോർഡിനെ നിയന്ത്രിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിപക്ഷം ഒരു സംശയം ഉന്നയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അത് കോടതിക്കെതിരായ നിരീക്ഷണമൊന്നുമല്ല. അത് വാർത്താമാധ്യമങ്ങൾ പറഞ്ഞതും അതുപോലെ പൊതുസമൂഹം ചിന്തിക്കുന്നതുമായ വിഷയം പ്രതിപക്ഷം ഒന്ന് സൂചിപ്പിക്കുന്നത്. SITക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകില്ല എന്ന് കരുതുന്നുണ്ടോ? SIT സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ SITയിൽ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ SIT പെട്ട ഒരു അംഗത്തെ മാറ്റിയല്ലോ, ഇതിനിടക്കാലത്ത് വെച്ച് മാറ്റിയല്ലോ മറ്റേ നമ്മളുടെ അന്വേഷണ സംഘം. അതുമാത്രമല്ല ഈ SP ശശിധരൻ, അദ്ദേഹം വളരെ നിഷ്പക്ഷനായ ഉദ്യോഗസ്ഥനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തെ ഈ CPMന് താല്പര്യമുള്ളൊരു കേസിൽ നിന്നും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണ ചുമതലയിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റാൻ ഈ സർക്കാർ ഹൈക്കോടതിയിൽ പോയല്ലോ. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്ത് പറയുന്നത്. അത് കോടതി കൂടുതൽ അതിലെ ശ്രദ്ധ ചെലുത്താനും ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ ആക്ഷേപം ഉപകരിക്കും. അല്ലാണ്ട് അത് ഇതിനെ സംശയവും മുന്നേ നിൽക്കുന്നുണ്ടല്ല. പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നുണ്ട് SIT സമ്മർദ്ദത്തിലാകുന്നോ? കാരണം എന്താ വെച്ചാൽ SITയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പോലീസ് സംവിധാനത്തിൻ്റെ കീഴിലാണ്. അവർക്ക് മേലുദ്യോഗസ്ഥന്മാരുണ്ട്, അറിയാമല്ലോ പോലീസ് സംവിധാനത്തെക്കുറിച്ച്. അപ്പോൾ അത് കോടതിക്കും തോന്നണം. പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ കോടതി ഒന്നുകൂടെ വിജിലൻ്റ് ആവും, കോടതി ഒന്നുകൂടെ ശ്രദ്ധിക്കും. അതാണ് ഇതിൻ്റെ കാര്യം. അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഇതിൽ വിഷയം വന്നിരിക്കുന്നത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് 3-4 ദിവസമായിട്ട് ചർച്ച ചെയ്തിട്ട് എല്ലാ ദിവസവും എന്തുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ CPMൻ്റെ നോമിനിയായിട്ടുള്ള ശ്രീ വാസുവിലേക്ക് അറസ്റ്റ് നീങ്ങാത്തെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ CPM ഇന്നെന്തായാലും അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നല്ലോ. ആ ചേർന്നതിന് ശേഷം അവരോട് പാർട്ടി സെക്രട്ടറിയോട് പത്രലേഖകർ ചോദിച്ചു ബോർഡിനെ മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ ബോർഡിനെ മാറ്റാൻ തീരുമാനിച്ചു എന്നവർ പറഞ്ഞു. ഈ ബോർഡിനെ
ബോർഡിനെ തുടരാൻ അനുവദിക്കും എന്നൊരു വാർത്ത വന്നല്ലോ. ഈ വാർത്ത വന്നത് എവിടെന്ന് നമുക്കറിയില്ല, പക്ഷെ ആ വാർത്ത വന്നു. ആ വാർത്ത വന്നപ്പോൾ പ്രതിപക്ഷം എന്താ പറഞ്ഞത്? ആ ബോർഡിനെ തുടരാൻ അനുവദിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതും പ്രതിപക്ഷമാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രതിപക്ഷത്തിന്റെ ആ ഒരു മുന്നറിയിപ്പ് ഗവൺമെന്റ് മനസ്സിലാക്കി. അതുകൊണ്ടായിരുന്നല്ലോ ആലോചന നടന്ന ശേഷമാണ് ഹൈക്കോടതിയുടെ ഈ രൂക്ഷ വിമർശനങ്ങൾ അടങ്ങുന്ന ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ, അതായത് നോക്കൂ, ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിലെ എല്ലാ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ശ്രീമതി സ്മൃതി. ഹൈക്കോടതി ജഡ്ജിമാര് അവർ സമൂഹത്തിന്റെ ചലനം നിരീക്ഷിക്കും. ഇവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങള്, ഇവിടെ പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷവും പറയുന്ന കാര്യങ്ങള്, അതുപോലെ സാമൂഹ്യ നിരീക്ഷകർ പറയുന്ന കാര്യങ്ങള്, മാധ്യമ പ്രവർത്തകർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങള്, ഇതെല്ലാം കോടതി കാണുമല്ലോ. കോടതിയുടെ നിരീക്ഷണങ്ങൾ അങ്ങനെയല്ലേ വരുന്നത്. അല്ലാണ്ട് കോടതിക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്? സമൂഹത്തിന്റെ ചലനം കൃത്യമായി മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ അന്വേഷണ സംഘത്തിന്റെ മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് സംശയം ഉന്നയിച്ചാൽ തീർച്ചയായിട്ടും കോടതി നിരീക്ഷിക്കും, അതിന്റെ ഫലമുണ്ടാകും, എന്താ സംശയത്തില്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ ഇത് രണ്ടും രണ്ടാണല്ലോ. ഇതിലൊന്ന് കോടതി നിയമപരമായ സംവിധാനത്തിലൂടെ അത് ക്രിമിനൽ കുറ്റം, മറ്റൊന്നിൽ രാഷ്ട്രീയ വശമുണ്ടല്ലോ. ഈ രാഷ്ട്രീയ വശത്തിന്റെ പ്രാധാന്യം എന്താണ്? CPM ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിൽ ല്ലേ ശ്രീമതി സ്മൃതി? എന്താണ് ആശയക്കുഴപ്പം? ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ബോർഡിനെ നിയമിക്കണം. ആ ബോർഡിൽ ആര് വരണം? അപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു, ചില പാർട്ടി നേതാക്കളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ പാർട്ടി നേതാക്കളിലേക്ക് പോകാതെ മുൻകാലങ്ങളിൽ ചെയ്ത പോലെ ഒന്നേ സഹയാത്രികർ അല്ലെങ്കിൽ പാർട്ടിക്ക് താല്പര്യമുള്ളവരെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ഒന്നുകൂടെ കൃത്യത വരും പല കാര്യങ്ങളിൽ എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവർ പറഞ്ഞെന്താണ്? നിങ്ങൾ പറഞ്ഞ പേരൊന്നുമല്ല, മാധ്യമങ്ങൾ പറഞ്ഞ പാർട്ടി നേതാക്കളുടെ പേരൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു അത് ആക്ഷേപം ഉയരാത്ത വിധത്തിലുള്ള ഏതെങ്കിലും ഒരു മാന്യനായ വ്യക്തിയായിരിക്കും. ചില സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അതെ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങ് ഇത് പറയുന്നത് അല്ലേ? അല്ല, സൂചന വരാൻ കാരണം എന്താ വെച്ചാല്, അതെ തീർച്ചയായിട്ടും ഞാൻ അതിനെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ചില ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഉള്ള വേറെ കാര്യം. പക്ഷേ ഇന്ന് അത് നേരാണോ? അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് CPM നേതാക്കളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവർ പറയുന്നത് തൽക്കാലം ഇതിൽ നിന്ന് പാർട്ടിക്കൊന്ന് രക്ഷപ്പെടണം. പാർട്ടിക്ക് രക്ഷപ്പെടണമെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധിപസ്ഥാനത്തെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തനി പാർട്ടിക്കാരൻ തൽക്കാലം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിന്ന് പാർട്ടി അതിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്നൊരു ചോദ്യം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സാഹിത്യകാരന്മാരായ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അവരൊക്കെ ആരെ വേണമെങ്കിലും തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യം വ്യക്തമായല്ലോ, ആശയക്കുഴപ്പം വന്നല്ലോ CPM-ൽ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ അറിയാമോ? ഇന്നത്തെ CPM-ന്റെ മുഖപത്രത്തിൽ 1-ാം പേജിൽ വാർത്തയുണ്ട്. അതായത് കോൺഗ്രസ് നേതാവായ KS ബൈജു അറസ്റ്റിൽ. കോൺഗ്രസ് നേതാവാണോ KS ബൈജു? എന്താണ് ശ്രീ അരുൺകുമാർ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ കുറേ കാലം പറഞ്ഞു ബൈജു INTUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണെന്ന്. ഇന്ന് പാർട്ടി പത്രം എഴുതിയിരിക്കുക കോൺഗ്രസ് നേതാവാണെന്ന്. അദ്ദേഹം പഴയ കാലത്ത് RSPയുടെ സംഘടനയുടെ ശക്തമായ കാലത്ത് അതിലൊരാളായിരുന്നു. എന്നിട്ട് ഇന്ന് ആ പത്രം എഴുതിയിരിക്കുക എക്സിക്യൂട്ടീവ് മെമ്പർ. ഒരു തൊഴിലാളി സംഘടനയിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സംഘടനയിലോ മെമ്പറായിട്ടിരിക്കുന്ന ഒരാൾ കോൺഗ്രസ് നേതാവാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബൈജു ബൈജു ആണ്. ബൈജു ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആലപ്പുഴത്ത് INTUC ജില്ലാ പ്രസിഡന്റാണ്. ഈ INTUC ജില്ലാ പ്രസിഡന്റാണ് ഇവിടെ പ്രതിസ്ഥാനത്തേക്ക് CPM-കാർ കുറേ കാലം കൊണ്ടു നടന്നത്. അവസാനം അത് പൊളിഞ്ഞു. ഞാൻ പറഞ്ഞ ഇങ്ങനെ CPM വല്ലാത്തൊരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിലത്തെ രാഷ്ട്രീയ തീരുമാനം അവരെ സംബന്ധിച്ച് നിർണായകമാണ്. അവരിന്ന് പാർട്ടി യോഗം ചേർന്നല്ലോ. എന്താണ് LDF യോഗം ചേരാഞ്ഞ്? CPI-ക്കാർ ഇതിലൊരു ബോർഡിനെ മെമ്പറെ വെക്കണമല്ലോ. എന്താണ് LDF യോഗം ചേർന്നിട്ട് LDF-ൽ കൂടെ ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്തില്ല. ഇനി പറയാം മുഖ്യമന്ത്രിയായിട്ട് ഒന്നുകൂടെ തീരുമാനിക്കണമെന്നാ. അപ്പോൾ ഇന്ന് പാർട്ടി തീരുമാനിച്ചത് എന്താ? പാർട്ടിയാണോ തീരുമാനിക്കുക, മുഖ്യമന്ത്രിയാണോ തീരുമാനിക്കുക? ഇതൊക്കെ സംശയമാണ്. അതോ മന്ത്രിസഭ MLA-മാരെ ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം വേറെയാണ്. പക്ഷേ പാർട്ടി തീരുമാനിച്ചാൽ പിന്നെന്തിനാ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുന്നത്? മുഖ്യമന്ത്രി പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? കാര്യം അങ്ങനെയാണ് പറഞ്ഞത്. തീരുമാനിച്ചിട്ടുണ്ട്, അത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറയും. അല്ല, അതങ്ങനെയാണല്ലോ, അല്ലാണ്ട് പാർട്ടി അല്ലല്ലോ പറയേണ്ടത്. പക്ഷെ അത് ഗോവിന്ദമാഷ് അല്ലല്ലോ പറയേണ്ടത്. അത് ഞാൻ ചോദിക്കുന്നത് സ്മൃതി, ഒരു കാര്യം പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് മുന്നണിയിൽ അവതരിപ്പിക്കണം. മുന്നണി എന്തായാലും യോഗം ചേരുന്നില്ല. മുന്നണിയല്ലേ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയേണ്ടത്. ആ മുന്നണിക്ക് എന്താ കാര്യം ഇവിടെ? മുന്നണി ഒന്നുമല്ലേ? മുന്നണി ഒരു കാഴ്ചക്കാരാണോ? CPI-ക്കാരും അതുപോലെ മറ്റ് കേരള കോൺഗ്രസ്സുകാരും ഉള്ളവരുടെ കാഴ്ചക്കാരാണോ?
ശരി. വി ഗോപാലകൃഷ്ണനുണ്ട്, ദേവസ്വം ബോർഡ് മുൻ ചീഫ് വിജിലൻസ് ഓഫീസറാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ, അറസ്റ്റ്, ഇപ്പോൾ 3 അറസ്റ്റ് നടന്നിരിക്കുന്നു. പക്ഷേ SITക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പ്രതിപക്ഷം പറയുകയാണ്. പ്രത്യേകിച്ച് N വാസുവിൻ്റെ കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ട് എന്നൊരു ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. SIT പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിലാണ്. കോടതി ആവശ്യപ്പെട്ട് രൂപീകരിച്ച SIT ആണ്. ആ അന്വേഷണം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായും കോടതി അറിയുമല്ലോ. കോടതി കൃത്യമായി പരിശോധിക്കുകയും ഓരോ തവണയും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. ആ പുറത്തേക്ക് വിടുന്ന കാര്യങ്ങൾക്കപ്പുറം കോടതി അറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം കോടതിയുടെ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് അതിഗുരുതരമായ കാര്യങ്ങളാണ്. അതിലപ്പുറം കോടതിക്ക് വിവരങ്ങൾ കിട്ടിയെന്ന് വെച്ചാൽ അത് SIT നൽകിയ വിവരങ്ങളാണല്ലോ. അപ്പോൾ എന്തിന് SITയെ സംശയിക്കണം ശ്രീ ഗോപാലകൃഷ്ണൻ? വന്ദേ മാതരം. സ്മൃതി, പിന്നെ ഈ ഞാൻ നേരത്തെ സംസാരിച്ച അവരുടെ സംഭാഷണം ഞാൻ കേട്ടില്ല. ഐ എം സോറി ഫോർ ദ ഡിലേ. പിന്നെ പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യൻ എന്തിന് SITയെ സംശയിക്കണമെന്നാണ്. ഈ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നത്. കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയും. എനിക്ക് ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ ഓണസ്റ്റാണ്, ബട്ട് ദേ ആർ നോട്ട് അഗ്രസീവ്ലി അപ്രൈറ്റ്. ഞാനാണ് വെങ്കടേഷ് സാറിൻ്റെ സ്ഥാനത്തെങ്കിൽ എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും. ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ലീഡർഷിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നേ എനിക്ക് പറയാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിന് മുന്നേയും പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യും അതൊന്നും ചെയ്തിട്ടില്ല. ഈ ഓരോ പ്രാവശ്യം ഈ സ്മൃതി ഒരുപക്ഷെ അറിയാമായിരിക്കും, നിങ്ങൾ ഓർക്കാതെ പറയുന്നതായിരിക്കും, പല ചർച്ചകളിലും പല ആളുകളും പറയുന്നു കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ദയവ് ചെയ്ത് നിങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനത് എല്ലാ ചർച്ചകളിലും പറഞ്ഞു, അത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് തിങ്സ്. അതായത് നമ്മുടെ കോമൺ ലോ, നമുക്കിവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഒരു നിയമവ്യവസ്ഥയുണ്ട്. നമുക്ക് ഇന്ത്യയിൽ കോമൺ ലോ ആണ്. ഇംഗ്ലണ്ടിലും നമ്മൾ ഇവിടെയൊക്കെ കോമൺ ലോ ആണ്. കോമൺ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജായിരുന്നാലും സുപ്രീം കോടതി ജഡ്ജായിരുന്നാലും ലോവർ കോർട്ട് ജഡ്ജായിരുന്നാലും ന്യൂട്രലാണ്. ജഡ്ജിക്ക് ഒരിക്കലും സീൻ ഓഫ് ക്രൈമിൽ പോയി അന്വേഷിക്കാൻ പറ്റില്ല. സാധാരണഗതി അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷണത്തിലാണ്, ശരിയാണ്. പക്ഷെ നിങ്ങൾ ആരും ഒരു കാര്യം പ്രതീക്ഷിക്കരുത്. അതായത് വാസുവിനെ എന്ത് അറസ്റ്റ് ചെയ്തില്ല, ഉടനെ SIT ചോദിക്കുന്നു ഞങ്ങൾ വാസുവിനെ അറസ്റ്റ് ചെയ്തോട്ടോ, ഞങ്ങൾ വാസുവിൻ്റെ അച്ഛനെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടോ, അല്ലെങ്കിൽ വാസുവിൻ്റെ മകനെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടോ, വാസുവിൻ്റെ വീട്ടിൽ പൊയ്ക്കോട്ടോ. ഇതെന്ത് വിഡ്ഢിത്തമാണ്? ഇത് ശരിയാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. നമ്മൾ അതിനെ ചൊല്ലി ഒരുപാട് ചർച്ചകൾ നടത്തുന്നു. നോ, അങ്ങനെയല്ല. പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു അങ്ങ് പറയുന്നത്. കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോടതി അന്വേഷണ സംഘത്തിനൊപ്പം നീങ്ങുകയല്ലല്ലോ. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. കോടതി നിരീക്ഷണത്തിൽ കോടതി ഇന്ന ഉദ്യോഗസ്ഥരായിരിക്കണമെന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സംഘം രൂപീകരിച്ച ശേഷം ആ സംഘം കൃത്യമായി കിട്ടുന്ന വിവരങ്ങൾ കോടതിയിൽ മുദ്രവെച്ച കവറിൽ കൊടുക്കുന്നുണ്ട്. അത് രഹസ്യമായിരിക്കണമെന്ന് കൂടി കോടതി പറഞ്ഞാണല്ലോ. പുറത്തേക്ക് അധികം കാര്യങ്ങൾ വരേണ്ടതില്ല, കോടതി അറിയട്ടെ എന്നുള്ളതാണ്. കോടതി ഇത് കൃത്യമായി അറിഞ്ഞതിനു ശേഷമാണ് അടുത്ത നടപടികളിലേക്ക് SIT കടക്കുന്നത്. അതിൽ ഒരു കള്ളത്തരം ഈ അന്വേഷണ സംഘത്തിൽ കാണിക്കാൻ പറ്റുമോ? അത് കോടതി അറിയില്ലേ? ഈ പറയുന്ന പോലെ 2 ആഴ്ച നിരീക്ഷിക്കുന്നു. കോടതി സ്വമേധയാ എടുത്ത കേസ് കൂടിയാണല്ലോ. സ്മൃതി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ദയവേത് ഇൻ്റർഫിയർ ചെയ്യരുത്. എൻ്റെ ഫ്ലോ പ്ലീസ് തടസ്സപ്പെടുത്തരുത്. ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് നിങ്ങൾ ചോദിച്ച പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. പെട്ടെന്ന് ഒരു വാക്കിൽ ഇതൊന്നും പറയാൻ പറ്റില്ല. ലെറ്റ് മീ കംപ്ലീറ്റ് ഇറ്റ്. അതായത് പിന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ 2019 ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് 2018 ശേഷമോ 2015 ശേഷമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അവിടെ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നില്ലേ ഈ 2019 സ്വർണ്ണപ്പാളി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പോയപ്പോൾ? ഈ പോക്കൃത്തനം മുഴുക്ക ഈ അയ്യപ്പനെ എങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഈ മറ്റേ
തമിഴരും തെലുങ്കരും കൊടുത്ത 15 പോയിൻ്റ് 25 പോയിൻ്റ് മാല രജിസ്റ്റർ ചേർക്കാതെ അഴിച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു, അവിടെ ഒരു വിജിലൻസ് ഓഫീസർ ഉണ്ടായിരുന്നു, എന്നെപ്പോലെ ഒരു IPS ഓഫീസർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹൈക്കോടതിയുടെ ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ്, ഞങ്ങളും അവിടെ ജോലി ചെയ്യുന്നപ്പോൾ ഹൈക്കോടതി ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ്. പക്ഷെ ആരും വിചാരിക്കരുത്, പ്രേക്ഷകരാരും വിചാരിക്കരുത് ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് ഇവിടെ വന്ന് അവർക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്, അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ പ്രൊറോഗേറ്റീവ് ഓഫ് ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു കളക്ട് എവിഡൻസ് ആൻഡ് അപ്രീഷിയേറ്റ് എവിഡൻസ് ആൻഡ് ടു സബ്മിറ്റ് ബിഫോർ ദ കോർട്ട്. അപ്പം അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള അല്ലാതെ കോടതിക്ക് ഒന്നും ഈ കേസ് ഡയറിയും മഹസറും സ്റ്റേറ്റ്മെൻറ്റും അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 2019 ഇത് 25 വരെ ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഹൈലി അപ്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു ജഡ്ജ് അവിടെ ശബരിമലയിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ദേവസ്വം ബോർഡ് ബെഞ്ച്, അതും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ ജയകൃഷ്ണന് സംശയം തോന്നിയോണ്ടല്ലേ ഇത് ഉടനെ റിപ്പോർട്ട് ചെയ്തത്. ജയകൃഷ്ണന് മുമ്പ് അവിടെ പലരും ഇരുന്നില്ലേ, അവരെന്താ റിപ്പോർട്ട് ചെയ്യാത്ത? അപ്പോൾ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു മാന്യനായ ഒരു അങ്ങേയറ്റത്ത് അപ്രൈറ്റ് ആയിട്ടുള്ള ജഡ്ജ് റിപ്പോർട്ട് ചെയ്തു, ഈ ദേവസ്വം ബോർഡ് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനു മുന്നേ ദേവസ്വം ബോർഡ് ബെഞ്ചിനെ എല്ലാം കളിപ്പിച്ചില്ലേ ഇവന്മാരെല്ലാം, ഈ അമ്പലക്കൊള്ളക്കാരന്മാർ, ഈ ലൂട്ടേഴ്സ്, ഇവരെല്ലാം കളിപ്പിച്ചില്ലേ? അതേപോലെ SIT അവരെ ഇതൊക്കെ ഉണ്ടായിരിക്കാം, ദേ ആർ നോട്ട് അഗ്രസീവ്ലി അപ്രൈറ്റ്. ഇങ്ങനെയല്ല അന്വേഷണം പോകുന്നത്. ഇപ്പം ഈ ലേറ്റസ്റ്റ് ഞാൻ പറയട്ടെ, ബൈജു ആരും അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അയാൾ ചെയ്ത കുറ്റം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കേസ് ഡയറി കണ്ടില്ല, പക്ഷേ ഈ മീഡിയ എന്നൊക്കെ മനസ്സിലാക്കിയത് അദ്ദേഹം ഏതോ മഹസറിൽ ഒപ്പിട്ടില്ല, അല്ലെങ്കിൽ അതെ മഹസറിലോ എവിടെയോ ഒപ്പിട്ടില്ല, ഒപ്പിട്ടില്ലാത്തതിന് അതെ സ്മൃതി ഞാൻ അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു അപ്രൈറ്റ് ഒരു ഓണസ്റ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഗാങ്ങുകൾ തമ്മിൽ തെറ്റിക്കാണും. അദ്ദേഹം ഒപ്പിടാതെ മാറി നിന്നത് ഡിപ്പാർട്ട്മെൻറ്റിന് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അയാൾ എങ്ങനെ ക്രിമിനൽ കേസ് ചേർക്കാൻ പറ്റും? അയാൾ അഡ്വക്കേറ്റ് രാമപിള്ള സാറിനെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നിട്ട് കോടതിയിൽ 5 വർഷം 6 വർഷം കഴിയുമ്പോൾ പറയും എൻ്റെ കക്ഷി ഒന്നും ചെയ്തിട്ടില്ല, അയാൾ ഒപ്പിട്ടില്ല, ഇത് മൊത്തം കൊള്ളയായിരുന്നു, അതുകൊണ്ട് അത് ചെയ്തില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് അപ്രൂവറാക്കാം, പക്ഷെ അയാൾ അക്യൂസ്ഡാണ്, അയാളെ ഭയങ്കരമായിട്ട് അറസ്റ്റ് ചെയ്തു, അങ്ങനെ അങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് കയറ്റി എന്നൊക്കെ. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. സ്വാമി സംശയം എന്തെന്ന് എവിടെ എനിക്കറിഞ്ഞൂടാ, പത്മകുമാറുണ്ടോ മറ്റവരുണ്ടോ മറിച്ചുണ്ടോ, പക്ഷെ ഇവരൊക്കെ എവിടെ? പത്മകുമാർ ഉണ്ടെന്ന് പറയുന്നു, അദ്ദേഹം പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും? അദ്ദേഹം ഏത് പാർട്ടിപ്പെട്ട ആളോട്ടെ, എനിക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയം പ്രശ്നമില്ല. പത്മകുമാറായിരുന്നാലും പ്രശാന്ത് ആയിരുന്നാലും ഇവരെല്ലാം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ പിടിക്കണ്ട, ഈ വ്യക്തികളെ പിടിച്ചാൽ മതി. അവരെന്തുകൊണ്ട് ഇത്രയും ദിവസമായില്ലേ, 3 മാസമായില്ലേ, ഇവർ എവിടെ എന്താ ഇവർ ഈ ചവിട്ടി പിടിക്കുന്നത്? ഓരോ പ്രാവശ്യം ചോദിക്കുകയാണ് ഹൈക്കോടതിയിൽ, ഞങ്ങൾ വാസുവിനെ അറസ്റ്റ് ചെയ്യട്ടോ സാർ? ഇതൊക്കെ ചിരി വരെയാണ്. ഇത് എത്രയും വേഗം, ഞാനിത് പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1 മാസമായിട്ട് പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്, CBI അല്ലെങ്കിൽ NIA ഇവത് NIA വന്നാൽ CBI വരണ്ട, NIA വരണം. NIA വന്നാൽ മാത്രമേ ഇത് വല്ല മുഖർജിയോ വല്ല സിംഗോ വല്ല തെലുങ്ക് ഓഫീസേഴ്സോ അങ്ങ് ഡൽഹി കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ഈ ആരെ സ്വാധീനിക്കാനായിട്ട് ഇവരാരെ വിളിക്കും? NIAയുടെ ഏത് ഓഫീസറിനെ വിളിക്കും? അപ്പോൾ അവർ വന്നാൽ മാത്രമല്ല, അവർക്ക് കൺവിക്ഷൻ റേറ്റ് കൂടുതലാണ്. അവർ വന്നാൽ ഞാൻ NIA ഇത് ഏറ്റെടുക്കുകയും കേന്ദ്ര ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയോ ഈ ശബരിമല ആൻഡ് ഗുരുവായൂരപ്പൻ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുക്കുന്ന അന്ന് ഞാൻ ഈ ശബരിമല പ്രശ്നമായിട്ടുള്ള ഡിസ്കഷൻ ഞാൻ അന്ന് സ്റ്റോപ്പ് ചെയ്യും. എത്രയും വേഗം ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുക്കണം, അല്ലാതെ ഒരു നിവൃത്തിയില്ല. ഈ കൊള്ളക്കാരെ സഹായിക്കുന്ന ഒരു നിലപാടല്ലേ ഈ എല്ലാവരും കൂടെ എടുക്കുന്നത്. പിന്നെ ഹൈക്കോടതി വെറുതെ മിസ്കോട്ട് ചെയ്യണ്ട. ഹൈക്കോടതി എന്ത് ചെയ്യും? ഞാനാണ് ഹൈക്കോടതി ജഡ്ജാണെങ്കിൽ, ഞങ്ങൾ ഒരുപാട് ഹൈക്കോടതി ജഡ്ജിമാരുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഹൈക്കോടതി ജഡ്ജിമാരുണ്ട്, പരിണിതപ്രജ്ഞ പലരും. എനിക്ക് സംശയമുണ്ട്, ഞാൻ പലയിടത്തും പോയി ചോദിക്കും. അപ്പം ഈ ഹൈക്കോടതി ജഡ്ജിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹൈക്കോടതി ജഡ്ജിന് കൊണ്ടുവരുന്ന കേസ് ഡയറി പരിശോധിക്കാം. സ്റ്റേറ്റ്മെന്റ്
No. Let me complete it. Please don't interfere. ഇവരെ പിന്നെ കേസ് ഡയറി പരിശോധിക്കുക, വിറ്റ്നസ് മഹസർ പരിശോധിക്കുക, ഇതൊക്കെ അല്ലാതെ ഹൈക്കോടതി ബെഞ്ചിന് ഒരിക്കലും ഇന്ത്യൻ നിയമം പ്രകാരം, ഇന്ത്യൻ എവിഡൻസ് ആക്ടോ CRPCയോ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമോ നിങ്ങൾ 164 എടുക്കാത്തെന്താ? അല്ലെങ്കിൽ നിങ്ങൾ 162 CRPC 162 161 എടുക്കാത്തെന്താ? നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ല. ഒരു പക്ഷേ ഹൈക്കോടതി പറയും, ഓപ്പണായിട്ട് പറയും. പക്ഷേ ഓർഡർ അടിക്കുമ്പോൾ ഹൈക്കോടതിക്ക് അത് ചെയ്യാൻ പറ്റില്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക്. ബിക്കോസ് ഹൈക്കോടതി ഈസ് ന്യൂട്രൽ. അപ്പം അതുകൊണ്ട് ഈ SITക്ക് എനിക്ക് ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇവർ ചവിട്ടിത്താക്കുകയാണ്. ഈ കേസ് 10 വർഷം കഴിയുമ്പോൾ എല്ലാ പ്രതികളും രക്ഷപ്പെടും. യു മാർക്ക് മൈ വേർഡ്സ്. മഹേഷ് പണിക്കറിലേക്കാണ്. മഹേഷ് പണിക്കർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച നടത്തിയതിൻ്റെ തുടർച്ചയാണല്ലോ. അപ്പോൾ സന്നിധാനത്തിനകത്ത് പലരും പ്രതിക്കൂട്ടിലാകും എന്ന് പറയുമ്പോൾ തന്ത്രിയിലേക്ക് കൂടിയുള്ള ചില ആരോപണങ്ങൾ അങ്ങ് ഉന്നയിച്ചിരുന്നു. അത് വാജിവാഹനവുമായി ബന്ധപ്പെട്ടാണ്. അതെവിടെയെന്ന് അറിയില്ല എന്നടക്കമുള്ള ആരോപണങ്ങളടക്കം നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, അത് തന്ത്രിയുടെ കൈവശം വെക്കാനാണ്, തന്ത്രിക്കാണ് അതിൻ്റെ അധികാരം എന്നടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിക്കുകയാണ്. പക്ഷെ അപ്പോൾ പോലും സർക്കാർ പറയുന്നത് അങ്ങനെ നേരിട്ട് തരികയല്ല, കോടതി പറയട്ടെ എന്നുള്ളതാണ്. കോടതി ഇക്കാര്യം അറിയിച്ച് കോടതിയിൽ നിന്നും അതിൽ നിന്ന് മറുപടി കിട്ടിയ ശേഷം തിരിച്ചു വാങ്ങാമെന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. അത്രത്തോളം സർക്കാർ ഇതിലൊരു സൂക്ഷ്മതയിലേക്ക് പോകുന്നു. ഇനിയൊന്നും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം പോലും അടുത്തതായി ഉണ്ടാകരുത് എന്നൊരു സൂക്ഷ്മതയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? വാജിവാഹനം തിരിച്ചു നൽകാം എന്ന് തന്ത്രി പറഞ്ഞതിനോടും. ഇല്ല, അതിനകത്ത് മൊത്തത്തില്ല കാര്യം. ഇതിനകത്ത് നമ്മൾ ഈ സംഭവം തുടങ്ങുന്ന സമയം പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒക്കെ ഒരു കോൺഫിഡൻസ് ആദ്യം നമ്മൾ കണ്ടാണ്. മാധ്യമപ്രവർത്തകരെയും എല്ലാവരെയും കാണുമ്പോഴത്തേക്ക് എന്തുമാത്രം കോൺഫിഡൻസിലായിരുന്നു മുരാരി ബാബു ആണെങ്കിലും. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പയ്യ കോൺഫിഡൻസ് എല്ലാം അല്ല, അതൊക്കെ പൊളിഞ്ഞ് എല്ലാവരും അകത്ത് പോയി. അല്ല, ഞാൻ പറയുന്നത് ഈ SI ഇപ്പോഴത്തെ അന്വേഷണം അയ്യപ്പൻ സംഭവമാണ്. ഇവർ ഈ സെപ്റ്റംബർ 7-ാം തീയതി ഈ പറഞ്ഞ ചന്ദ്രഗ്രഹണത്തിന് ഇവരെ കൊണ്ട് ഇത് ഇളക്കിപ്പിച്ചത് അയ്യപ്പനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ ഒരു ഇതിന്റെ ബാക്കിൽ കിടക്കുന്ന വാജിവാഹനം, മണി, അങ്ങനത്തെയൊക്കെ വലിയ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു തുടർച്ച അങ്ങോട്ട് തുടങ്ങി കൊടുത്തതേ ഉള്ളൂ. ഇവരെല്ലായിടത്തും പെട്ടുപോയതാണ്. ഇതൊന്നും ഒരു പ്രശ്നമില്ലാതെ കറക്റ്റായിട്ട് തെളിയും. പിന്നെ ഈ വാജിവാഹനത്തിന്റെ കാര്യം, അതൊരു വലിയൊരു കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. കാര്യം അദ്ദേഹം പറയുന്ന ഉപയുക്തം എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉപയുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ യുക്തമായിട്ട് ഉപയോഗിക്കാം, അതിനെ എങ്ങനെ പുനരുപയോഗിക്കാം, ക്ഷേത്രത്തിന്റെ കാര്യത്തിലോ അങ്ങനത്തെ കാര്യത്തിലോ ഒക്കെ എങ്ങനെ അത് ഉപയോഗിക്കാം, അത് ഉടച്ചു വാർക്കണോ, അത് മറ്റെന്തെങ്കിലും അത് വിറ്റിട്ട് അതിന്റെ കാശ് കൊടുക്കണോ, അത് അതേ വാജിവാഹനം തന്നെ പുതിയ കൊടിമരത്തിലും വെച്ചാൽ മതിയോ എന്നൊക്കെയുള്ള തീരുമാനം എടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിനാണ്. അതല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് അദ്ദേഹത്തിന്റെ മക്കളുടെ കല്യാണം നടത്താനുള്ള അല്ലത്. കാര്യം അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് ഒരു 100,000 ക്ഷേത്രങ്ങളുടെ തന്ത്രമുണ്ട്. ഈ 1000 ക്ഷേത്രങ്ങളിൽ കുറഞ്ഞ ഒരു 100-150 കൊടിമരങ്ങളുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഏതെങ്കിലും ക്ഷേത്രത്തിലെ കൊടിമരത്തിന്റെ വാജിവാഹനമോ അഷ്ടദിക്പാലകരോ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുണ്ടോ? അത് നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ല അദ്ദേഹം വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ, അതോ ഇതെല്ലാം മേടിച്ച് അദ്ദേഹം ആർക്കെങ്കിലും വിൽക്കുവാണെങ്കിൽ ആ വിൽക്കുന്ന ആളുടെ പേരൊന്ന് SITക്ക് പറഞ്ഞു കൊടുത്താൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. പിന്നെ ആളോട് ചെല്ലുക, എല്ലാ സാധനവും പറക്കി എടുക്കുക, തിരിച്ചു കൊണ്ടുവെക്കുക. കയ്യിലുണ്ടെന്ന് പറയുന്നത് ഇപ്പം അത് ഉറപ്പായിട്ടും അതൊരു ഡ്യൂപ്ലിക്കേറ്റ് സംഭവമാണ്. അതെങ്ങനെ ഒറിജിനലായിട്ട് അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ ഇത്ര നാളായിട്ട് പറയണ്ടേ? ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ അതിനൊരു റെക്കോർഡിക്കൽ വേണ്ടേ അത് കൊണ്ടുപോകാൻ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ആചാരപരമായിട്ട് ഘോഷയാത്രയായിട്ട് ശബരിമലയിൽ നിന്നൊരു ഘോഷയാത്ര തന്ത്രിയുടെ ഗ്രഹത്തിലേക്ക് പഴയ വാജിവാഹനത്തിന് എഴുന്നള്ളിച്ചുകൊണ്ട് കൊണ്ടുപോകണ്ടേ? അല്ലാണ്ട് കാറിൽ ചാക്കിൽ പൂട്ടിക്കെട്ടി അങ്ങനെയാണ് ആരും അറിയാതാണോ കൊണ്ടുപോകണ്ടേ? ഇത് അങ്ങനെയാണ് കേരളത്തിലെ ബാക്കിയുള്ള തന്ത്രമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതിന് ഒരു കീഴ്വഴക്കം വേണ്ടേ? ഏത് ക്ഷേത്രത്തിലാണ് ഇങ്ങനെയുള്ള വാജിവാഹനമോ അല്ലെങ്കിൽ പഴയ വിഗ്രഹങ്ങളോ തന്ത്രി വീട്ടിൽ കൊണ്ടുപോകുന്നത്? അല്ലെ ഏത് അഷ്ടദിക്പാലകരെയാണ് കൊണ്ടുപോയിട്ടുള്ളത്? ഇതിനകത്ത് വാജിവാഹനം മാത്രമേ പറയുന്നുള്ളൂ. അഷ്ടദിക്പാലകർ എന്തിയെ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. നമ്മളിപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി ഇതൊരു മോഷണത്തിന്റെ കീഴിലേക്ക് വരികയെന്നും ഈ ഒരു സംഭവം അപകടമാകുമെന്നും അറിഞ്ഞുകൊണ്ട് അദ്ദേഹം മുൻകൂട്ടി എൻ്റെ കയ്യിലുണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആര് വന്നാലും അത് എടുത്ത് കൊടുക്കാന്ന്. പക്ഷേ വെള്ളിയിലുള്ള 20 കിലോയോളം പ്യൂർ വെള്ളിയിലുള്ളൊരു തിരിച്ചു തരാം എന്ന് പറയുന്ന വാജിവാഹനം പരിശോധിക്കണം, അത് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. 100% അത് സയന്റിഫിക് ആയിട്ട് പരിശോധിക്കണം. കാര്യം ഏകദേശം 100 കൊല്ലത്തോളം, അതായത് നമ്മൾ ഇതിനു മുമ്പൊന്ന് സ്വർണ്ണം പൂശിയ കൊടിമരമാണ് അവിടെ നിന്നത്. അതിനു മുമ്പ് അത് ചെമ്പിലുള്ള കൊടിമരമായിരുന്നു. ആ ചെമ്പിലുള്ള കൊടിമരത്തിന്റെ മുകളിലിരുന്ന വാജിവാഹനം പഴയ അയ്യന്റെ വെള്ളിക്കുതിര എന്ന് പറഞ്ഞ ഒരു കുറേ പാട്ടുകളിലൊക്കെയുള്ള സംഭവമാണ്. പഴയ മറ്റേ അയ്യപ്പന്റെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വനവാസികളുടെ പാട്ടുകളിൽ, ആദിവാസി പാട്ടുകളിനകത്തുള്ള സാധനമാണ് അയ്യന്റെ വെള്ളിക്കുതിര എന്ന് പറഞ്ഞൊരു പ്രത്യേക സംഭവമുണ്ട്. കാര്യം അതൊരു താന്ത്രിക് മിത്തുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്റ്റോറീസ് ഉണ്ട് അതിന്റെ ബിഹൈൻഡ്. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണ് ഈ
പറഞ്ഞ ഒന്നുമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഒരു പിച്ചളെ വാർത്ത് വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹം കൊണ്ടുവച്ച് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതിനൊക്കെ ഒരു മാനദണ്ഡം വേണ്ടേ? ഞാൻ പറഞ്ഞ ഇത് ഇപ്പം അങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ച് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു വിഷയമല്ല അത്. കാര്യം അഷ്ടദിക്പാലകർ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതുപോലെ അതിൻ്റെ പറ എന്ത് ചെയ്യും? പഴയ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ പറ എന്ത് ചെയ്യും? അത് അങ്ങനെ ഒരുപാട് പഴയ മണി എന്ത് ചെയ്യും? അതും ഏകദേശം ഒരു 300 കൊല്ലത്തോളം പഴക്കമുള്ള 2 മണിയാണ് കൃഷ്ണശിലയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന 2 മണിയുള്ളത്. അതെന്ത് ചെയ്യും? അപ്പം ഇങ്ങനത്തെ അത് നമ്മുടെ വാസുദേവൻ അത് വേറെ താഴെ കണ്ട കൊണ്ടുപോയെന്നോ വേറൊരു അമ്പലത്തിൽ കൊടുത്തെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ സംഭവിക്കുക? ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലോട്ടും ഓരോ അമ്പലത്തിലോട്ടും ഒക്കെ ഇവിടുത്തെ പവിത്രമായ വസ്തുക്കൾ എടുത്ത് കൊടുക്കാൻ പറ്റി ഇവർക്ക് അങ്ങനെ അധികാരം കൊടുത്തത്? ഇത് അവരുടെ എങ്ങനെ ആകുന്നത്? അങ്ങനെയാണെങ്കിൽ സമാനമായ രീതിയിൽ കേരളത്തിൽ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇതിനൊരു സത്യം പറഞ്ഞാൽ ഒരു ആചാര സദസ്സ് തന്നെ വരണം. ഇതൊരു വലിയ വിഷയമാണ്. ഏകദേശം 18-19 നൂറ്റാണ്ടിൻ്റെ അവസാനം ഉണ്ടായ കുഴിക്കാട്ട് വെച്ച തന്ത്രസംശയം അങ്ങനെയൊക്കെയുള്ള ചേനാസിൻ്റെ ഒക്കെ അങ്ങനത്തെ കുറച്ച് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രാഹ്മണിക്കൽ ഹെജ്മണി ആയിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ്. ആ നിയമങ്ങളൊക്കെ ഉടച്ചു വാർക്കേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെ ജസ്റ്റ് ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ചില വിഷയങ്ങളാണ്. കാലത്തിന്റെ ആ കുത്തൊഴുക്കൽ പമ്പയിൽ എത്രയോ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴുകിയിട്ടുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ മാറേണ്ട കാലം കഴിഞ്ഞില്ല. ഇപ്പോഴും പഴയ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് നൽകി എന്ന് പറയുന്നതിലൊക്കെ ഈ പണമിടപാട് അങ്ങ് സംശയിക്കുന്നുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ അതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. പണമിടപാട് തീർച്ചയായിട്ടും അത് വാസുദേവൻ എന്ന് പറഞ്ഞാൽ അത് സ്പോൺസർ ചെയ്ത ആ മണി. അതെ, തീർച്ചയായിട്ടും അതൊരു അന്താരാഷ്ട്ര വിഗ്രഹം കൊള്ളാന്ന് പറയുന്ന കാരണങ്ങൾ എനിക്ക് തോന്നുന്നു കോടതി ഇപ്പം ഈ പറഞ്ഞ സുഭാഷ് കപൂറിന്റെ ഒക്കെ ബേസിസിലുള്ള ഇത് നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇത്തരം അന്വേഷണങ്ങളിലേക്ക് നമ്മുടെ SITയുടെ അന്വേഷണം പോയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ടേബിളിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിന്റെ ബേസിസിലാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഇതിനൊക്കെ റിപ്ലിക്ക വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഈ മണിയൊക്കെ അവരടിച്ചു മാറ്റി വലിയ അന്താരാഷ്ട്ര ഇതിനകത്ത് വിറ്റിട്ടുണ്ട്. എന്നിട്ട് വേറെ ഡ്യൂപ്ലിക്കേറ്റ് മണി 2 ഉണ്ടാക്കി ശബരിമലയിൽ ഇട്ടു, 2 ഉണ്ടാക്കി വേറെ എവിടെയൊക്കെ കൊടുത്തു, അവിടെയും കൊടുത്തു എന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ അതിന്റെ കോടിക്കണക്കിന് രൂപയാണ്. അതിൻ്റെയൊക്കെ വാല്യൂ എന്ന് പറയുന്നത് 30 കോടി 40 കോടി 50 കോടിയൊക്കെയാണ്. ഇതൊന്ന് SITന്റെ പറയാ പോട്ടെ, പോയി കഴിഞ്ഞിട്ട് അതിന്റെ യഥാർത്ഥ വാല്യൂ അത് എവിടെയുണ്ടെന്നുള്ളതൊക്കെ എന്തെങ്കിലും അയ്യപ്പന്റെ കാര്യം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നമ്മുടെ സമൂഹം അത് ബോധ്യപ്പെടണം. കാര്യം ഈ ആന്റിക് സാധനങ്ങളുടെ വില അല്ലെങ്കിൽ അതിന്റെ പൂജാപരമായ വില ഇതൊന്നും സത്യം പറഞ്ഞാൽ നമ്മുടെ പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഇതെന്തോ ഒരു ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒരു ചെറിയ സാധനം, എല്ലാ ദിവസവും ഞാൻ പോയി കാണുന്നതല്ലേ, ഒരു വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരിക്കുന്ന ഒരു സാധനം, അല്ലെ എല്ലാ ദിവസവും ഞാൻ അടിക്കുന്നതല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു ഇത് കാണുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ പഴക്കം അതിന്റെ ആന്റിക് വാല്യൂ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്ത്രിമാർക്ക് അറിയാമെന്നേ. ഇത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ വ്യക്തമായിട്ട് അറിയാം ഈ സാധനം എത്രമാത്രം അമൂല്യമാണെന്നും ഇത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഇതിനകത്ത് പെടുത്തിയതാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും അദ്ദേഹം ഇത് ആവശ്യപ്പെട്ട് കാണത്തില്ല. എന്നാൽ ഇന്ന് ഇതാ ഞാൻ കൊണ്ടുപോകാൻ എൻ്റെ അവകാശമാണ്, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്, എനിക്ക് കഞ്ഞി വെക്കാനുള്ളതെന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിക്കുന്ന ശ്രീമതി സ്മൃതിക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് തോന്നുന്നുണ്ടോ? ഇവർ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് വരുത്തുക. എന്തെങ്കിലും പിഷ്യൂ വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാമല്ലോ. ഏതെങ്കിലും കാലത്ത് ഇതൊന്ന് പിടിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിനെ മറയാക്കി അദ്ദേഹത്തിനെ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. ഏതെങ്കിലും കാലത്തിൽ ഇതൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തന്ത്രിയുടെ കയ്യിലുണ്ട്, തന്ത്രി തിരിച്ചു കൊടുക്കും, സംഭവം തീർന്നില്ല. അന്നേരം ഒരു സാധനം അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്താൽ മതി. അതായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ അനുമാനം അതാണ്. ഇങ്ങനത്തെ മൊത്തം നമ്മുടെ ഈ ധാരാപാലപാളികളൊക്കെ എങ്ങനെ ഈ സിനിമാക്കാരുടെയൊക്കെ വീട്ടിൽ ചെയ്ത് പോകുന്നത്, എങ്ങനെയാണ് ഈ പൂജ പോകുന്നത്? കാര്യം ഇതിനകത്തൊരു തന്ത്രം കൂടെ അവർക്കൊരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു പുതിയ അയ്യപ്പ ക്ഷേത്രം തന്നെ ഇവരൊരു തന്ത്രം നിശ്ചയിക്കുകയാണ്. ഒരിക്കൽ തന്ത്രം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേ സീരിയസ് ആയിട്ടാണ് അവർക്ക് ആ തന്ത്രത്തിന്റെ ബേസിൽ വരുമാനം ഉണ്ടാകുന്നത്. കാര്യം വരുമാനത്തിനൊക്കെ നമുക്കറിയാം അവരുടെ കർമ്മം, അതിനകത്ത് എത്രമാത്രം അവർക്ക് ധനം വരണം, അതൊക്കെ അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെ. അതിനകത്തൊന്നും ഞാൻ എതിരല്ല. പക്ഷെ അതിനകത്ത് കാണിക്കുന്ന ഒരു കള്ളത്തരമുണ്ട്. ഇത്തരം കുറച്ച് എന്താ പറയുക, നമുക്ക് സഭ്യമായ വാക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊരിക്കലും അവർ കാണിക്കാൻ പാടില്ല. അത് അവരുടെ ഒരു കടമയായിട്ട് ഈ അയ്യപ്പ ചൈതന്യം കോടാനുകൂടി ആൾക്കാർക്ക് എത്തുന്ന രീതിയിൽ അവരതിനെ കൈകാര്യം ചെയ്യേണ്ടതല്ലേ. ഇങ്ങനത്തെ സാധനത്തിന് ഇപ്പം തന്നെ ഇത് എന്തുമാത്രം വാജിവാഹനം എന്ത് വിഷയമായി അദ്ദേഹം തന്നെ മനസ്സിലായല്ലോ. ഇത് അഥവാ അങ്ങനെ അദ്ദേഹത്തിന്റെ ഉപയുക്തമായിട്ട് അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം അതെന്താ ചെയ്യേണ്ടത്? ഒരു പേരിന് മേടിച്ചു, ഒരു ദക്ഷിണ മേടിച്ചു, തിരിച്ചം കൊടുത്തതാ, നിങ്ങൾ തന്നെ സൂക്ഷിച്ചു, അത്രേ ഉള്ളല്ലോ. അല്ലാതെ ഇതിന്റെ ധനം കണ്ടിട്ട് ഇദ്ദേഹം തന്നെ ഇത് മോഹിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ അപ്പനും അപ്പൂപ്പനും ഉണ്ടാക്കിയതാണോ? അത് കോടിക്കണക്ക് ഭക്തരുടെ ഇതല്ലേ. എത്രമാത്രം അയ്യപ്പ ഭക്തരുടെ സംഭവം അത്. എന്ത് പണി, എന്ത് വേർപ്പ് അതിന് വേണ്ടി മുടക്കിയിട്ട് അദ്ദേഹം അതിന്റെ തന്ത്രിക അധികാരം ഉണ്ടെന്ന് പറയുന്നത്. തന്ത്രിയുടെ അധികാരമൊക്കെ വെറും ഒരു 200 കൊല്ലം മുമ്പേ അവിടെ വന്നിട്ടുള്ളൂ. അതിന് മുമ്പൊക്കെ അത് മലയരയന്മാരുടെ, അതിന് മുമ്പ് പല ആൾക്കാരുടെ 10,2500-3000 കൊല്ലം പഴക്കമുള്ള ഒരു വിശ്വാസത്തിന്റെ സ്ഥാനമാണ്. അതൊരു എന്താ പറയുക, നമ്മൾ നൈൽ നദി അങ്ങനെയൊക്കെ പറയുന്ന അതുപോലത്തെ നദീതയുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട, സൂര്യ സംസ്കാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ പവിത്രമായ ഒരു ഏരിയ അത്. ആ ഏരിയക്കത്തൊക്കെ ഇപ്പം ജസ്റ്റ് ഒരു എന്താ പറഞ്ഞ ഒരു 100-200 കൊല്ലം മുമ്പ് വന്നിരിക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ ഇതിന്റെ അതോറിറ്റിയിലോട്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശം, അതിൻ്റെയൊക്കെ പിതൃത്വം മൊത്തം അങ്ങ് എടുക്കാൻ പറ്റുമോ? കാര്യം അത് കുറേ ബാലൻസ് ഉണ്ടല്ലോ. അവിടെ സ്ഥിതി പാരമ്പര്യമൊക്കെ വളരെ ഇതിലുണ്ട്. ഇതൊക്കെ ആചാര്യ സമൂഹം ചർച്ച ചെയ്യണം. ഞാനീ പറയുന്ന വിഷയം ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇത് ശരിക്കൊരു പൊതുസമൂഹം ചർച്ച ചെയ്യണം. ഇത്ര ഒരുപാട് കാര്യങ്ങളുണ്ട് ക്ഷേത്ര ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. എത്രമാത്രം ഇവരുടെയൊക്കെ റേഞ്ച് എത്രമാത്രം ഉണ്ട്, എങ്ങനെയാണ് അവരെ നമ്മൾ ഇത് ചെയ്യേണ്ടത്? കാര്യം ഇപ്പൊ കാലം മാറി. പഴയ 18-ാം നൂറ്റാണ്ടോ 19-ാം നൂറ്റാണ്ടോ രാജഭരണം അല്ല ഇപ്പം നമ്മൾ അടുത്ത തലമുറയിലേക്ക് ഇത് മാറണ്ടേ. അടുത്ത തലമുറയിലേക്ക് ഈ രീതിയിൽ ഓരോ സിസ്റ്റംസ്
ഇതുപോലത്തെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, ഇതൊക്കെ മാറണം. ശരി, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക് പോകുന്നു. അരുൺ, ഇപ്പോൾ ജയകുമാർ എന്ന പേരിലേക്ക് എത്തുകയാണ്. ജയകുമാറിലൂടെ വിവാദങ്ങൾക്ക് തടയിടാൻ കഴിയും എന്നതായിരിക്കുമല്ലേ ആ ഒരു പേര് നിർദ്ദേശിക്കുന്നതിന് കാരണമായിട്ടുണ്ടാവുക? ഇതൊക്കെ ഗവൺമെന്റ് അതാത് സമയത്ത് എടുക്കുന്ന തീരുമാനമാണല്ലോ, അതിൽ നമുക്ക് അഭിപ്രായം പറയാൻ ഒരു റോളുമില്ല. ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട നിരീക്ഷകൻ ശ്രീ എൻ ശ്രീകുമാറും അതുപോലെ തന്നെ ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറും പറഞ്ഞ ചില കാര്യങ്ങളിൽ കൃത്യമായിട്ട് തന്നെ അഭിപ്രായമുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഹൈക്കോർട്ട് ഈസ് ന്യൂട്രൽ എന്നാണ് പറയുന്നത്, അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കൊടുക്കണം എന്നൊരാൾ അവകാശപ്പെടുമ്പോൾ മറ്റേയാൾ പറയുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകങ്ങൾ കൃത്യമായിട്ട് ആവർത്തിക്കുകയാണ്. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഈ മിനിങ്ങാന്ന് വന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ പേജ് 15 പാരഗ്രാഫ് നമ്പർ 13 ഒരു സെന്റൻസ് വായിക്കാം. ടുഡേ when the matter was taken up, the team of officers heading the special investigation team SIT appeared before us. We have interacted with them in camera. A report detailing the process of the investigation in crime number such and such has also been placed before us. We have perused the report and find that the investigation is proceeding on the right lines. ഈ അന്വേഷണം കൃത്യമായ ദിശയിലാണ് എന്ന് ഹൈക്കോടതി ആ ഇടക്കാല ഉത്തരവിന്റെ പാരഗ്രാഫ് 15-ാം പേജിൽ 13 കൃത്യമായി പറഞ്ഞു. അതിനുശേഷം നടത്തിയ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് കൃത്യമായി ഓരോ പാരഗ്രാഫ് വൈസ് വിവരിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യം കൃത്യമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലാണ്. അതുപോലെ ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയിലിലാണ്. അതുപോലെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ, അതായത് 2250 അമ്പലങ്ങളുടെ മുകളിലുള്ള തലവനായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ജയിലിലാണ്. അതുപോലെ തിരുവാഭരണം കമ്മീഷണറെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് അദ്ദേഹവും ജയിലിലാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ച ആളുകളാണ് നിയമത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെ 2 FIR രജിസ്റ്റർ ചെയ്തു. ആദ്യത്തെ FIR-ൽ 10 പ്രതികളുടെ പേര് പറയുന്നുണ്ട്. ആ 10 പ്രതികളുടെ പേരിൽ കൃത്യമായി അവരുടെ റോള് FIR-ന്റെ ലിസ്റ്റ് ഓഫ് ദി അലിഗേഷനിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നു. നമ്മൾ എല്ലാ ഘട്ടത്തിലും ചർച്ചയുടെ ഭാഗമായി ഉന്നയിച്ച 5 ചോദ്യമാണ്. ഒന്ന്, ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ മിനിറ്റ്സിന് വിരുദ്ധമായി എങ്ങനെയാണ് ഇത് സ്വർണ്ണപ്പാളി എന്നുള്ളത് മാറ്റി ചെമ്പാക്കി മാറ്റിയത്? 2, എങ്ങനെ ഇത് പ്രൊമൈസിസിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി? 3, എങ്ങനെ 39 ദിവസം ഇത് കൈവശം വയ്ക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവശം വയ്ക്കാൻ അവസരം കിട്ടി? 4, എന്തുകൊണ്ടാണ് തൂക്കവ്യത്യാസം 4 കിലോ തൂക്കവ്യത്യാസം വന്നത്? 5, ഇത് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അതിന്റെ തൂക്കം എടുത്തില്ല, അത് മഹസറിൽ രേഖപ്പെടുത്തിയില്ല? ഈ 5 ചോദ്യങ്ങൾക്കും ആ സമയത്ത് ഉത്തരവാദിത്തമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന ഉദ്യോഗസ്ഥൻ മുതൽ ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥൻ വരെ എല്ലാവരും പ്രതിപട്ടികയിൽ ഇടം പിടിക്കുന്നതാണ് നാം കണ്ടത്. കോടതി പരിശോധിക്കുന്നു. വേറൊരു കാര്യം കൂടി, അങ്ങിപ്പോൾ ഉദ്ധരിച്ച ഈ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. 2025-ഉം 2024 നടന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിപ്പോൾ എല്ലാ ഘട്ടത്തിലും ദേവസ്വം മന്ത്രിയായാലും സർക്കാരായാലും പ്രതികരിച്ചുകൊണ്ടിരുന്ന പഴയ കാലം 2019 കാര്യം അത് പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ നിലവിലെ ദേവസ്വം ബോർഡിലെ പിഴവുകളും ഈ റിപ്പോർട്ടിൽ എണ്ണി പറയുകയാണ്. ഒന്ന്, മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നില്ല. പ്രധാനപ്പെട്ട യോഗം ചേർന്ന ശേഷം അത് രേഖപ്പെടുത്തില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തിന് ഈ ആരോപണ വിധേയനായ ഷെയ്ഡി ക്യാരക്ടറുള്ള പോറ്റിക്ക് വീണ്ടും അത് കൊടുത്തുവിട്ടു എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അവിടെ നിലവിലെ ദേവസ്വം പ്രസിഡന്റും ഇപ്പോൾ PS പ്രശാന്തും പ്രതിക്കൂട്ടിലാണ്. അപ്പോൾ ഈ വാസുവിൽ ഒതുങ്ങില്ല, പിന്നീട് പത്മകുമാറിൽ ഒതുങ്ങില്ല, അതിനുശേഷം ഒരുപക്ഷെ പ്രശാന്തിലേക്കും എത്തും എന്നതിന്റെ സൂചനകൾ ആ റിപ്പോർട്ടിലില്ലേ? അതങ്ങ് വായിച്ചില്ലേ? മുഴുവൻ റിപ്പോർട്ടും വായിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കൃത്യമായി പോലീസും ഗവൺമെന്റും അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന ഗവൺമെന്റ് ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടുന്നില്ല. മുഴുവൻ ഹൈക്കോടതിയാണ് സർവൈലൻസിൽ മുന്നോട്ട് പോകുന്ന നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയോ ഏതെങ്കിലും തരത്തിൽ ലാപ്സോ കുറ്റകരമായിട്ടുള്ള വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ. ഇപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ മുതൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും പ്രതിപട്ടികയിൽ വരുമ്പോഴും ഇപ്പോൾ ബഹുമാനപ്പെട്ട എൻ ശ്രീകുമാർ എന്താ പറഞ്ഞ് LDF ചർച്ച ചെയ്തോ? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അജണ്ട എന്താണ്? അത് CPIയുടെ ഘടകകക്ഷിയില്ലേ? അതുപോലെ R ബൈജുവും അതുപോലെ തന്നെ മറ്റേ KS ബൈജു, ആരാണ് INTUCയുടെ നേതാവ്? ഇതൊന്നും ഒരു പ്രശ്നമല്ല മിസ്റ്റർ. അന്വേഷണം നടത്തട്ടെന്ന്. ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയാ പൈസ നഷ്ടപ്പെടാൻ പാടില്ല.
ഒരു തരത്തിലും ശബരിമലയുടെ പൊതുസ്വത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ആ അയ്യന്റെ സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന നടത്തിയവർ ആരായാലും നിയമത്തിന്റെ പിന്നിൽ കൊണ്ടുവരട്ടെ. അപ്പൊ ആ സമയത്തെല്ലാം ദേവസ്വം ബോർഡിന് തലവന്മാരായവർ പ്രതിയാവാത്തത് എന്തുകൊണ്ട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഏജൻസിക്ക് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാം, ഏത് തരത്തിലും അന്വേഷിക്കട്ടെ. ഇപ്പൊ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിന്റെ ഭാഗമായി അന്വേഷണ ഏജൻസി കൊണ്ടുവരുന്ന റിപ്പോർട്ട് ഹൈക്കോടതി വിശദമായി പരിശോധിക്കല്ലേ. അവിടെ ഗവൺമെന്റ് പ്ലീഡർ ഇല്ല, അവിടെ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ പോലും കോടതിയിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. ഒരു സൈഡിൽ കോടതിയും ഒരു സൈഡിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. അവരെയാണ് നേരിട്ട് കേൾക്കുന്നത്, അവരുടെ റിപ്പോർട്ടാണ് പരിശോധിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എവിടെ വേണമെങ്കിലും പോകട്ടെ. നിലവിലെ ബോർഡിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിന്മേലാണ് കോടതി സംശയം ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലോ. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീകുമാർ, ഇപ്പോൾ ജയകുമാർ എന്ന പേര് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തെ തന്നെ ആവണം, ആ പേരിലേക്ക് എത്തുന്നു. അത് പ്രതിപക്ഷത്തിനും സ്വീകാര്യമായ പേരായിരിക്കുമല്ലോ അല്ലേ? അല്ല, ഇതിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നും ഇല്ലല്ലോ സ്മൃതി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിയമിക്കുന്ന ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അതിന് ചില ഭരണഘടനാപരമായ ചില കാര്യങ്ങളുണ്ട്, ദേവസ്വം അംഗങ്ങളെ തീരുമാനിക്കുന്നതിനൊക്കെ. അവർ തീരുമാനിച്ചോട്ടെ. പ്രതിപക്ഷം ഏത് കാലത്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വെച്ചപ്പോൾ എതിർത്തിട്ടുള്ളത്? ഒരു പ്രതിപക്ഷം LDF ആണെങ്കിലും UDF ആണെങ്കിലും നേരിട്ട് തീരുമാനിക്കുന്നു. പാർട്ടിയുമായി ബന്ധമുള്ളവരായിരിക്കും. ഇത് എല്ലാ കാലത്തും അതത് സർക്കാരുകൾക്ക് കൊണ്ടുവരുന്ന ആളുകൾക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടാകും. അങ്ങനെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് ഇത്തവണ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അതെ പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണ്? CPM പാഠം പഠിച്ചു. അയ്യൻ്റെ സ്വത്തിനെ കുറിച്ച് ഇപ്പം CPMൻ്റെ പ്രതിനിധി ശ്രീ അരുൺകുമാർ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പഠിക്കണം. അയ്യൻ്റെ സ്വത്തിനെ കുറിച്ച് CPMന് ഇപ്പോൾ ബോധോദയം ഉണ്ടായല്ലോ. അവിടെയാണ് കാര്യം. ഈ ബോധോദയം നേരത്തെ ഉണ്ടായാൽ മതിയായിരുന്നു, 2019 ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ CPMന് ഇപ്പം ശബരിമല ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM പ്രതിനിധിയാണ് എന്നുള്ളത് അവർക്കൊരു പ്രശ്നമായിരുന്നു. കാരണം ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകണം. അതിനു വേണ്ടി വേണമെങ്കിൽ ഈ പറയുന്ന ശ്രീ ജയകുമാർ സാർ, എനിക്കറിയില്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒരു പേര് കൂടെ എൻ്റെ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നതാണ്. വേറെ IAS ഉദ്യോഗസ്ഥൻ്റെ പേരുടെ കേട്ടിരുന്നു, എനിക്ക് അറിയില്ല എന്തായാലും. അപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും CPMൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ? CPM സംസ്ഥാന കമ്മിറ്റി അംഗം അനന്തഗോപനെ വെച്ച ഗവൺമെൻറ്റാണിത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പത്മകുമാറിനെ വെച്ച ഗവൺമെൻറ്റാണിത്. അതറിയാവോ? അങ്ങനെ വെച്ച ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിക്ക് ആളല്ല വെക്കുന്നതെങ്കിൽ, റിപ്പോർട്ട് ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് വെക്കാത്തത്? തൽക്കാലം ഒന്ന് തലയൂരി കിട്ടണം. അതായത് ഇവിടെ നോക്കൂ ശ്രീമതി സ്മൃതി, സംഗതി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞ കാര്യം എന്താണ്? SITയിൽ സമ്മർദ്ദമുണ്ടോ, അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയുമോ എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അത് കോടതി മനസ്സിലാക്കണം. ഈ UDF പ്രതിപക്ഷം ഇവിടെ ഇല്ലെങ്കിൽ ഇതിന്റെ കേസിന്റെ സ്ഥിതി എന്താ? ഈ സംഭവത്തിന്റെ ഇവിടെ BJP സംഘപരിവാർ സംഘടന പറയട്ടെ. അല്ല പ്ലീസ് വേണ്ട, നിങ്ങൾ കുറെ സംസാരിച്ച വേണ്ട. ഞാൻ ഒരു മിനിറ്റ് തന്നാൽ നിങ്ങൾ 10 മിനിറ്റ് എടുക്കുക, അതാ പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ തരായിരുന്നു. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് പറയാം, താങ്കൾക്ക് ഇഷ്ടം പോലെ പറയാം. ഇവിടെ UDFും പ്രതിപക്ഷവും ഇങ്ങനെ വളരെയധികം നിരീക്ഷിച്ചു ഈ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ. അതും ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിലെ ചലനങ്ങളും കോടതി ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ UDF 12-ാം തീയതി കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ പോവാണ്, കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ പോവാണ്. ഇതിനു മുമ്പ് ഇവിടെ ഈ സംഘപരിവാർ സംഘടനകൾ ഉണ്ടായിരുന്നല്ലോ. അവർക്ക് ഇപ്പൊ CPMനും അവരും തമ്മിൽ എന്താ ഒരു ബന്ധം വന്നത് എങ്ങനെയാ? അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇത്ര തീവ്രമായ സമരമൊന്നും BJPയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അതിന്റെ കാരണം എന്താണ്? അത് ഒരുപാട് വിഷയങ്ങൾ നമ്മളിപ്പോൾ അടുത്ത് തന്നെ ചർച്ച ചെയ്തില്ല. PM ശ്രീ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്ത് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇതിലെ വിശ്വാസികളുടെ കാര്യത്തിൽ അനാവശ്യമായ തലയിട്ടാൽ CPM പാഠം പഠിക്കും. അതാണ് എൻ്റെ കാരണം. ക്ഷേത്രോപദേശക സമിതികളിൽ വിശ്വാസമില്ലാതെ ഇത്രയും കാലം ക്ഷേത്രോപദേശക സമിതികളെ ഒരു തരത്തിലും പോലും ഗൗനിക്കാതിരുന്ന CPM അടുത്ത കാലത്ത് ക്ഷേത്രോപദേശക സമിതിയിൽ കയറുന്നു. അല്ല, ഒരു മിനിറ്റ്, ക്ഷേത്രോപദേശ സമിതിയിൽ കയറുന്നു, അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം കൈക്കലാക്കുന്നു. അത് അല്ല ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടത്, ഇവിടെ മാത്രമല്ല. ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം നമ്മളങ്ങനെ ക്ഷേത്രങ്ങളുടെ പേര് പറയേണ്ട വെച്ചിട്ടാണ്. ഇപ്പം തന്നെ ഉണ്ട്, തൃശ്ശൂരിൽ തന്നെ ഉണ്ട്, വലിയൊരു ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രശ്നമായിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ കയറി വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാണിക്കാൻ പാടില്ല. അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ടൊന്നും രക്ഷയില്ല. ശ്രീകുമാർ, അല്ലല്ല, നോക്കൂ ശ്രീമതി സ്മൃതി, ഇതിൽ ഞാൻ ക്ഷേത്രത്തിൽ പിടിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ, അത് ഭക്തർക്കുള്ളതല്ലേ. അവിടെ പഴയ കാലം ഉണ്ടല്ലോ. സംഘപരിവാർ നേരത്തെ എടുത്തിട്ടുള്ള നടപടികൾ നമുക്കറിയാം. പല ക്ഷേത്രങ്ങളിലും ആരാണ് ഭരിക്കുന്നത് നമുക്കറിയാമല്ലോ. അതിനോട് വിയോജിപ്പ് കാണിച്ചിട്ടുണ്ടോ കോൺഗ്രസ്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അത്
അല്ല, കോൺഗ്രസ് ഏത് കാലത്താണ് ഇതിലൊക്കെ ഇടപെട്ടിട്ടുള്ളത്? കോൺഗ്രസിന്റെ മതേതര ചിന്ത എപ്പോഴും ഉണ്ട്, അത് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് ഇതിനു മുമ്പ് എത്രയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. CPM അവരുടെ നയം മാറ്റിയല്ലോ. CPM നയം മാറ്റിയിട്ട് അവർ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അയ്യപ്പ സംഗമം നടത്തിയതും NSSുമായിട്ട് അവരുടെ സംസാരിച്ചതും SNDP സംസാരിച്ചതും ഇപ്പൊ NSS SNDP ഒക്കെ എത്രയാണ് അവർ പുകഴ്ത്തുന്നത്? ഇതൊക്കെ അറിയാത്തവരാണോ മലയാളികളെ? അപ്പൊ ഒരു കാര്യം വ്യക്തമായല്ലോ, അയ്യന്റെ സ്വത്ത്, അത് നല്ല പ്രയോഗമാണ്. അയ്യന്റെ സ്വത്തിനെ കുറിച്ച് CPMന് ബോധോദയം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ഈ അയ്യപ്പ സംഗമത്തിന്റെ 18 പേരെ തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള കാര്യം കൂടെ ശരി അരുൺ വേഗം പറയണം, എനിക്ക് അടുത്ത അതിലേക്ക് പോകണം. ശ്രീ ഗോപാലകൃഷ്ണനിലേക്ക് കൂടി. അതായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ എന്ന് ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ തന്നെ DCCയുടെ ഒരു ജനറൽ സെക്രട്ടറിയാ പറഞ്ഞത്. എന്താണോ മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വാർത്ത, അതാണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട വാർത്ത എന്ന്. അതവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം. ഒറ്റ കാര്യം, നിങ്ങളുടെ നേതാവ് VS ശിവകുമാർ കേരളത്തിന്റെ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം അനിയൻ നടത്തിയ അഴിമതി 1.87 കോടിയാണ്. അതിന്റെ വിജിലൻസ് അന്വേഷണം ഇന്നും നടക്കുന്നു. അതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും നിങ്ങളുടെ ഭാരവാഹിയായിരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോഴാണ് നടക്കാതെ പോയ കമ്പ്യൂട്ടറൈസേഷൻ, അന്നദാനത്തിന്റെ പേരിൽ കരാർ കൊടുത്ത കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്, ബോർഡിന്റെ വരുമാനത്തിന്റെ സ്ഥിരനിക്ഷേപം വകമാറ്റി ചെലവഴിച്ചത്, അതുപോലെ അനധികൃതമായിട്ടുള്ള യാത്രാ ചെലവ്. എത്ര വിജിലൻസ് കോടതിയെ, വിജിലൻസ് അന്വേഷണത്തെ നിങ്ങളുടെ നേതാക്കന്മാർ, അതായത് UDF സർക്കാർ ദേവസ്വം ബോർഡിന് ചുമതല കൊടുക്കുമ്പോൾ നേരിടുന്നു. എന്നിട്ടാണ് നിങ്ങളിപ്പോ അന്വേഷണ സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ആരായാലും അന്വേഷിക്കണം എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അവസാനമായി മഹേഷ് പണിക്കർ, ഇപ്പോൾ ഈ അന്വേഷണം, SITയുടെ അന്വേഷണം, നിലവിൽ വന്നിരിക്കുന്ന അന്വേഷണം, അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന അറസ്റ്റ്, കോടതി അടിക്കടി അതിൽ പരിശോധിച്ച് നൽകുന്ന റിപ്പോർട്ട്, ഇതൊക്കെ തന്നെയും പ്രതീക്ഷ നൽകുന്നതല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇതിന്റെ ഈ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് അത് പ്രായോഗികമായിട്ട് സംഭവിക്കുക? ഈ 15-ാം തീയതിക്ക് മുമ്പ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതൊരു അനുജ്ഞയൊക്കെ മേടിച്ചിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. തന്ത്രി കുടുംബമായിട്ടൊക്കെ ആലോചിച്ചിട്ട് അതൊരു അനുജ്ഞ എടുത്തിട്ടൊക്കെ വേണം അത് ഇളക്കാനായിട്ട്. കാര്യം അതൊരു താന്ത്രികപരമായ വിഷയമാണ്. അപ്പം അതിന്റെ ഒരു പരിശോധന നടത്തുന്ന ഒരു വിഷയം കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ അമ്പലം നമ്മൾ തുറക്കുന്നതിന് മുമ്പ്, വൃശ്ചികമാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഒരു ഏതാണ്ടൊക്കെ ഒരു രീതിയിൽ അതിന്റെ പ്രശ്നങ്ങൾ സോൾവ് ആകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാര്യം അതൊരു കലകി തെളിയാനുള്ള, ഇപ്പം ജയകുമാറാണ് അദ്ദേഹം, ബഹുമാനപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അയ്യപ്പഭക്തനാണ്. അപ്പൊ അദ്ദേഹമൊക്കെയാണ് അതിന്റെ മേൽനിരയെ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതെല്ലാം ശുദ്ധീകരണം ചെയ്യപ്പെടും. അയ്യപ്പന്റെ തീരുമാനം തന്നെ നടക്കപ്പെടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശരി, സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം ആണെങ്കിൽ. ശരി അരുൺകുമാർ, നേരത്തെ ഗോപാൽ കൃഷ്ണ പറഞ്ഞു പോയ ഒരു കാര്യം, കേന്ദ്ര ഏജൻസി വരണം എന്നുള്ളത്. നിലവിൽ SIT അന്വേഷിക്കുന്നു, അന്വേഷിച്ച് ഈ പറയുന്ന പ്രതികളെ ഒക്കെ അറസ്റ്റ് ചെയ്ത നടപടിയിലേക്ക് കടക്കുന്നു. പക്ഷേ കോടതി തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അന്താരാഷ്ട്ര കൊള്ള സംഘം ഇതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള സംശയമാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്. ആ രൂപത്തിലാണ് ഇതിൽ നടന്നിരിക്കുന്ന പല കാര്യങ്ങളും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു കേന്ദ്ര ഏജൻസി വരേണ്ടി വരില്ലേ? ഇല്ല, ഇവിടെ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചത് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. ആ അന്വേഷണ ഏജൻസിയിൽ ആരൊക്കെ വരണം ഉദ്യോഗസ്ഥന്മാർ എന്ന് തീരുമാനിച്ചും ഹൈക്കോടതിയാണ്. എന്തൊക്കെ അന്വേഷിക്കണം എന്ന് കൃത്യമായിട്ടുള്ള മെമ്മോറാണ്ടം, കൃത്യമായി അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കിയത് ഹൈക്കോടതിയാണ്. ആ അന്വേഷണത്തിന്റെ ഘട്ടം 2 ആഴ്ചക്കുള്ളിൽ കൃത്യമായി പരിശോധിച്ച് ഇന്ന മേഖല കൂടി അന്വേഷണം പോകണമെന്ന് നിർദ്ദേശിക്കുന്ന ഹൈക്കോടതിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഏജൻസി, അന്വേഷിക്കുന്ന ഏജൻസിയിൽ നിന്ന് ആ കേസ് എടുത്തു മാറ്റി മറ്റൊരു ഏജൻസി ഏൽപ്പിക്കുന്നത് ക്ലിയർ കേസ് ഓഫ് കണ്ടന്റ് ഓഫ് കോർട്ടാണ്. കോടതി അലക്ഷ്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണ ഏജൻസിക്ക് സാധിക്കാതെ വന്നാൽ കോടതിക്ക് തന്നെ, ഭരണഘടനാ കോടതിയാണ്, കോടതിക്ക് തന്നെ അതിന്റെ അധികാരമുണ്ട്. അപ്പോൾ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ ഓരോ ദിവസവും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ഇന്ററാക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഏറ്റവും ശരിയായ ലൈനിലാണ് അന്വേഷണം പോകുന്നതെന്ന് ഇതിന്റെ വിധിന്യായത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ശരിയായ വഴിക്ക് പോകുന്നു, ശരിയായ തരത്തിൽ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു, പലരും ഗോതമ്പുണ്ട തിന്നുന്നു എന്ന സാഹചര്യം വരുമ്പോൾ ഈ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു പലരിലേക്ക് പോകണം, ആ ഏജൻസി വേണം, ഈ ഏജൻസി വേണം എന്ന് പറയുന്നത്. നമുക്ക് സത്യം കണ്ടെത്തുകയാണ് വേണ്ടത്. മാതൃകാപരമായി ഇതിന്റെ പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കുകയാണ് വേണ്ടത്. അത് ശരിയായ വഴിയിൽ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഗവൺമെന്റ് വിലയിരുത്തുന്നത്. ഗവൺമെന്റും അന്വേഷണ ഏജൻസിക്ക് എല്ലാ പിന്തുണയും കൊടുക്കുകയാണ്. കാരണം അന്വേഷണം വളരെ വൈഡായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമയബന്ധിതമായി ഈ അന്വേഷണം പൂർത്തീകരിക്കട്ടെ, മാതൃകാപരമായി ഇതിന്റെ കുറ്റക്കാരെ മുഴുവൻ കണ്ടെത്തട്ടെ. ഇത് ഇവർ ശരിക്കും കവർച്ച നടത്തിയ പണവും സ്വർണവും അടക്കം കണ്ടെത്തുന്ന സാഹചര്യം, അത് ശരിയായ വഴിക്ക് തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം. ശരി, സത്യത്തിലേക്ക് എത്ര ദൂരം എന്നാണ് ഇനി അറിയേണ്ടത്. വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, N ശ്രീകുമാർ. ശരി, V ഗോപാലകൃഷ്ണൻ, ഒപ്പം തന്നെ മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്താൽ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.